നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് റീഡിംഗ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഞാൻ ആക്ച്വലി ഇന്ന് ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യാൻ തന്നെ പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഗൈഡൻസിൻ്റെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അത് മതി എന്ന് വിചാരിച്ചാണ്. പക്ഷേ എന്തോ പെട്ടെന്നൊരു ചിന്ത, എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ടോപ്പിക്ക് കൊണ്ടുവരണം തോന്നി. എന്തായാലും നീട്ടുന്നില്ല, കാരണം അത് ഓൾറെഡി ലോങ് റീഡിംഗ് ആവാൻ പോകുന്നുണ്ട്. ഓക്കെ, നല്ല ലോങ് റീഡിംഗ് ആയിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു പൈൽ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. ഓക്കെ, കാരണം രണ്ടും കാണണമെങ്കിൽ കാണാം കേട്ടോ, ഇറ്റ്സ് ഫൈൻ. എനിവേ ഞാൻ പറഞ്ഞത് മാത്രം. ഓക്കെ, കാരണം ഇത് വളരെ ലോങ് ആവാൻ പോകുന്നുണ്ട്. സമാധാനത്തിൽ സ്വസ്ഥമായിട്ട് ഇരുന്ന് കാണാൻ തയ്യാറായിട്ട് വന്നോളൂ. ഓക്കെ, സോ ബോറിംഗ് ആയി തോന്നുന്നുണ്ടെങ്കിൽ ഇടയിലിടയിൽ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കുറച്ച് സ്പീഡ് കൂട്ടി കേട്ടാൽ മതി കേട്ടോ. ഓക്കെ, ഓക്കെ, ഇന്നത്തെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഞാൻ എടുത്തത്, നിങ്ങളുടെ ലൈഫിൽ ഉള്ള പേഴ്സൺ, അവരെക്കുറിച്ചൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങളുടെ ലൈഫിൽ അവർ ആരാണ്? നിങ്ങൾ വളരെ മനസ്സിൽ ഏറ്റവും അധികം നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് വളരെ ഇഷ്ടം തോന്നുന്നത്, നിങ്ങളെ സ്നേഹം തോന്നുന്ന ഒരു വ്യക്തി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ക്രഷ് ആയിരിക്കാം, നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നതായിരിക്കാം. ഓക്കെ, സോ അവർ ആരാണ് നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്ന രീതിക്ക് നമുക്ക്, അത് ഇപ്പോഴത്തെ മാത്രമല്ല ഞാൻ പറയുന്നത്, പാസ്റ്റ് ലൈഫ് തൊട്ട് നോക്കാൻ പോകുന്നുണ്ട്. ഞാൻ 4 ഡെക്കാണ് ഇന്നിവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ ഒന്ന് പാസ്റ്റ് ലൈഫിൻ്റെ എടുക്കുന്നുണ്ട്, പിന്നെ ഒന്നിവിടെ മെസ്സേജസ് പേഴ്സൻ്റെ, ലൈക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാനുള്ള കുറച്ച് മെസ്സേജസിൻ്റെ കാര്യം എടുക്കുന്നുണ്ട്. ആൻഡ് ഇതൊരു വേറൊരു ഡെക്കാണ്, ലൈക്ക് നമുക്ക് ഒരു പേഴ്സണിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഒന്നുകൂടി ഉണ്ട്, അതിവിടെ ആക്ച്വലി വേറൊരു ലൈക്ക് ഒരു 4 ഡെക്കാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ 4 ഞാൻ ഷഫിൾ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്, കാരണം അല്ലെങ്കിൽ ഒരുപാട് നീണ്ടുപോകും. ഓക്കെ, സോ ഇവിടെ ഞാൻ എടുത്തു വെച്ചു 2 പൈൽ. നിങ്ങൾക്ക് വേണ്ടത് ചൂസ് ചെയ്യും. നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച്, നിങ്ങളുടെ ലൈഫിൽ അവർ ആരാണ്, എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് അറിയാം. ഓക്കെ, ആൻഡ് ഫ്യൂച്ചർ കൂടി കുറച്ചൊക്കെ നമുക്ക് ലൈക്ക് നിയർ ഫ്യൂച്ചർ, അതായത് അവരുമായിട്ട് നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുക എന്ന രീതി കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അവർ നിങ്ങളുടെ ലൈഫിൽ ആരാണ്, പാസ്റ്റിൽ ആരായിരുന്നു, നിങ്ങളുടെ പാസ്റ്റിൽ കണക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നിങ്ങൾ തമ്മിൽ നടക്കുന്ന കാര്യങ്ങളും സിറ്റുവേഷനും എല്ലാം. ഓക്കെ, സോ നമുക്കൊരു ചില സൂചനകൾ നമുക്ക് കിട്ടുമോ നോക്കാം. ഓക്കെ, സോ ഇവിടെ 2 പൈൽ നിങ്ങൾ ചൂസ് ചെയ്തോളൂ. പൈൽ 1 ഈ ഫിഡ്ജറ്റ് സ്പിന്നറാണ്. ഓക്കെ, നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്യാം. സെക്കൻഡ് പൈൽ ഇതാണ്. 2 പിങ്ക് തന്നെയാണ്, 2 പിങ്ക് പർപ്പിളിഷ് കളറാണ്. സോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം തോന്നുന്നത് അങ്ങനെ ചൂസ് ചെയ്തോളൂ. ഓക്കെ, അല്ലെങ്കിൽ 1, 2 എന്ന രീതിയിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് കണ്ണടച്ച് നിങ്ങൾക്ക് ആദ്യം ഏതിലേക്കാണോ കണ്ണു പോകുന്നത്, ഓക്കെ, ഏതിലേക്കാണോ മനസ്സ് പോകുന്നത് അത് ചൂസ് ചെയ്തോളൂ. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് പൈലിന് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡിനെ ഞാൻ ഇങ്ങോട്ട് നോക്കി വയ്ക്കാം. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് പൈൽ ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് ആദ്യം പാസ്റ്റ് ലൈഫ് നോക്കാൻ, പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് ലെറ്റ്സ് സീ ഇത്. ഓക്കെ, ഇങ്ങനെ തന്നെ വയ്ക്കാം. സോ 4 ഡെക്കാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം പാസ്റ്റ് ലൈഫ് എന്ന് സ്റ്റാർട്ട് ചെയ്യാം. പൈൽ 1 ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്താ കാണുന്നത്? ഫാദർ എന്നുണ്ട്. ഓക്കെ, ഫാദർ, വാർസ് ആൻഡ് ബാറ്റിൽസ്, മെയിൽ ഫീമെയിൽ. ഓക്കെ, സോ ഇവിടെ ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ തമ്മിൽ ഒരു മാരീഡ് ആയിരുന്നു. ഇതൊരു പാസ്റ്റ് ലൈഫിൻ്റെ ആണ് നമ്മൾ പറയുന്നത്. സോ പാസ്റ്റ് ലൈഫിൽ, അതായത് പൂർവ്വജന്മങ്ങളിൽ എപ്പോഴും നിങ്ങളൊരു ഹസ്ബൻഡ് വൈഫ് ആയിരുന്നിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു റിലേഷൻഷിപ്പിലായിരുന്നിരിക്കും എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ് ഇരിക്കുന്നത്. സോ എവിടെയോ ഒരു സെപ്പറേഷൻ്റെ ഒരു എനർജി വരുന്നുണ്ട് എനിക്ക്. സോ ഇവിടെ നിങ്ങൾ തമ്മിലൊരു സെപ്പറേറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് സെപ്പറേറ്റ് ആയിപ്പോയി, സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് വന്നു, മേ ബി അത് മാരേജിലെത്തിയില്ല, സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ അങ്ങനെ ഒരു എനർജിയാണ് ഇതിൽ നിന്ന് വരുന്നത്. ബട്ട് മെയിൽ ഫീമെയിൽ എന്ന് കാണുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങളൊരു കപ്പിൾ എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ബട്ട് പക്ഷേ ഒരു നല്ലൊരു സ്നേഹത്തോടെയുള്ള ഒരു കപ്പിളായിട്ടല്ല കാണുന്നത്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നുണ്ട്. സോ മേ ബി പാസ്റ്റ് ലൈഫിലും നിങ്ങളുടെ കണക്ഷൻ ഒരു മേ ബി ഒരു റിലേഷൻഷിപ്പിൽ, അതായത് ഒരു മാരേജിലേക്കോ എങ്ങാനും എത്തിക്കാണില്ല. ചിലപ്പോൾ മനസ്സിൽ സ്നേഹം തോന്നിയിട്ടുണ്ടാവും, ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും. അന്നൊക്കെ ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ, അല്ലേ? ഇപ്പോൾ മാത്രമല്ല. സോ ഓക്കെ, ഞാൻ ഫാദർ എന്ന് കാണുന്നുണ്ട്. സോ കുറച്ച് പേർക്ക് മേ ബി നിങ്ങൾ മാരേജിന് ശേഷം പിരിഞ്ഞതായിരിക്കാം. സോ അതുകൊണ്ടൊരു ഫാദർ എന്ന് വന്നതുകൊണ്ട് ഇപ്പോൾ അത് നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തോളൂ കേട്ടോ. ഫാദർ ആവാം, മദർ ആവാം, രണ്ടും കുറച്ചൊക്കെ നിങ്ങളെ എനർജീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കും. സോ എവിടെ ഒരു ഫാദർ എന്ന രീതിക്ക് വരുന്നുണ്ട്. ഫാദർ ആൻഡ് ഒരു കുട്ടിയുണ്ട് ഇവിടെ കൂടെ. സോ മേ ബി നിങ്ങൾ അച്ഛനായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഈവൻ ലേഡീസ് ആണെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നു എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, സോ സംവേർ ഒരു കുഞ്ഞിൻ്റെ ഒരു കാര്യം കാണുന്നുണ്ട്. സോ എവിടെയോ നിങ്ങളുടെ ഒരു മാരേജ് എനർജി എനിക്ക് വരുന്നുണ്ട്. ബട്ട് മേ ബി അതിന് ശേഷം നിങ്ങൾ പിരിഞ്ഞു എന്ന രീതിക്കായിരിക്കാം. കാരണം വാർ ആൻഡ് ബാറ്റിലും കാണുന്നുണ്ട്. ഒന്ന് ഇവിടെ നമുക്ക് പറയാം, നിങ്ങൾ തമ്മിലുള്ള വഴക്കിനെ കുറിച്ച് പറയാം. ഓക്കെ, സോ അങ്ങനെ എടുക്കാം. ബട്ട് നമ്മൾ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് എവിടെ പൂർവ്വജന്മം, നമ്മുടെ ആ ഒരു പഴയ കാലത്തെ ഒരു വാറിൻ്റെ എനർജിയാണ്. സോ ഇവിടെ
ഒരു നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വാറിൽ പോയിട്ടുണ്ടാവും. ഓക്കെ, ബാറ്റിൽസിലൊക്കെ എന്തെങ്കിലും യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്ത് കാണാം. അതിനുശേഷം മേ ബി നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയതും ആവാം. ബിക്കോസ് എന്തെങ്കിലും കാരണം കൊണ്ട് സംതിങ് എന്തെങ്കിലും സംഭവിച്ചു, അല്ലെങ്കിൽ ആ ഒരു വാറിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, യുദ്ധത്തിലൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ ആ ഒരു കാലഘട്ടത്തിലെ ആയിട്ട് കണക്കാക്കാം. ഓക്കെ, ബട്ട് ഇവിടെ എനിക്ക് കൂടുതലും ഇത് എവിടെയോ കാണുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു ബാറ്റലിനെ കുറിച്ച് കൂടി തോന്നുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഒരു വഴക്ക് പ്രശ്നങ്ങൾ ആയിരിക്കാം. ഓക്കെ, സോ ഇവിടെ യെസ്, നിങ്ങൾ എവിടെയോ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കുറച്ച് പേർക്ക് ഓക്കെ, അങ്ങനെ മതി, അത്ര മതി. ഓക്കെ, ആൻഡ് ഇതിൽ നിന്ന് ഇത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി എന്നുള്ള രീതിയിലാണ്. മേ ബി പിന്നെ നോക്കണം. ഓക്കെ, ഇതുകൂടി നോക്കിയേക്കാം. ഇതിൽ നമുക്ക് പേഴ്സണിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന. ഓക്കെ, ക്രോസ് വീവ്സ് പെയിൻ, ഹിസ്റ്റോറിക്കലി സാഡ്, ഹിസ്റ്റോറിക്കലി കണ്ടോ, ഹിസ്റ്റോറിക്കലി വരുന്നുണ്ട്. ആ ഡിസ്റ്റൻസ് ടു ക്ലോസ് മീൻസ് സ്റ്റാർട്ടിങ്സ് ബാഡ്. സോ ഞാൻ ഇതൊന്ന് വായിച്ചിട്ട് പറയാം നിങ്ങൾക്ക്, കാരണം ഇത് ഒരു പോയട്രി പോലെയാണത്. സഫറിങ് ഇൻക്രീസസ് വെൻ ദ ക്രോസ് ഇസ് നിയർ, ബർഡൻസ് ക്യാൻ ലിഫ്റ്റ് യു. ഓക്കെ, ക്രോസ്. ഓക്കെ, ഇൽനെസ് ഇസ് നോൺ, സിക്നസ് ഇസ് നിയർ, ഫേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ എൻഡിങ് ടു ഫിയർ, യു ലൂസ് യുവർ മണി, ഓൾസ് ഹോപ്പ്ലെസ് ടു യു, ആൻഡ് വാട്ട് ഇസ് ദ സാഡസ്റ്റ്, യുവർ കറേജ് ഫെയിൽസ് ടു. എൻഡിങ് കാണുന്നുണ്ട്, കോഫിൻ. ഓക്കെ, സോറി, ഇത് കുറച്ച് സമയം എടുക്കും, പ്ലീസ് സ്പീഡ് കൂട്ടി കണ്ടോളൂ. ഓക്കെ, ഇപ്പോഴേ പറയാം. ദ അൺഓപ്പൺഡ് ബുക്ക് വീവ് സ്റ്റോറീസ് കൺസീൽഡ് വെൻ പേജസ് ആർ റെഡ്, ട്രൂത്ത് ഇസ് റിവീൽഡ്. ഓക്കെ, ബുക്ക് കാർഡ്സ്, ടെയിൽസ് ഓഫ് ഇന്നർ ഇമോഷൻ. ഓക്കെ, സോ 2-3 കാര്യങ്ങൾ എനിക്ക് കാണുന്നത്. ഒന്ന്, നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വീണ്ടും വന്നിട്ടുണ്ട്. സോ ഇവിടെയും പ്രശ്നങ്ങളുടെ കാര്യമായിരുന്നു, ഇവിടെയും അത് തന്നെയാണ് വരുന്നത്. ഇപ്പോഴും നിങ്ങൾ തമ്മിൽ പ്രോബ്ലംസ് ഉണ്ടാവാം. പാസ്റ്റ് ലൈഫിൻ്റെ കാര്യമായിരിക്കാം. സോ പാസ്റ്റ് ലൈഫിൻ്റെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് വരുന്നതായിരിക്കാം. അതായത് ആ സമയത്തും നിങ്ങൾ തമ്മിൽ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കർമ്മ എന്നെടുക്കാം. ഓക്കെ, സോ കർമ്മ തന്നെ ആയിരിക്കും. സോ ഇവിടെ വീണ്ടും നിങ്ങൾ തമ്മിൽ ആൻഡ് ഹിസ്റ്റോറിക്കലി എന്ന് പറയുന്നുണ്ട്. സോ അത് തന്നെ ഹിസ്റ്റോറിക്കലി, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഒരു ഹിസ്റ്ററിയിലുള്ള ഏതോ ഒരു യുദ്ധകാലത്ത് ആയിരുന്നു നിങ്ങളുടെ ആ സമയത്ത് നിങ്ങൾ ജനിച്ചിരുന്ന വ്യക്തികളായിരുന്നു എന്നാണ്. എവിടെയോ ഹിസ്റ്റോറിക്കലി നിങ്ങൾ തമ്മിലുള്ള ഒരു സാഡ്നെസ് ആ ഹിസ്റ്റോറിക്കൽ അന്ന് തൊട്ടുണ്ട് എന്നാണ് പറയുന്നത്. പാസ്റ്റിലും ആ സാഡ്നെസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോഴും ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാവാം, സഫറിങ്സ് ഉണ്ട് എന്നാണ്. ഓക്കെ, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് മാറും എന്ന രീതിക്ക് ഒരു പ്രതീക്ഷ കൂടി തരുന്നുണ്ട് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ക്രോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ജീസസിനെ നമുക്ക് കണക്കാക്കാം. സോ എവിടെയോ ഹീലിംഗ് വരും എന്ന രീതി കൂടി നമുക്ക് എടുക്കാം. രണ്ടും പറയുന്നുണ്ട്. ബർഡൻസ് ക്യാൻ ലിഫ്റ്റ് ഇഫ് യു പെർസീവ്. നിങ്ങളതൊന്ന് ശ്രമിച്ചാൽ നമുക്ക് പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാം എന്നുകൂടിയാണ് പറയുന്നത്. സോ ഇപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാവും നിങ്ങളുടെ ഇടയിൽ. സോ എവിടെയോ അതൊരു കർമ്മയാണ്. സോ ഫോർഗിവ്നെസ് പ്രെയർ നല്ലോണം ചെയ്യാം. ഓക്കെ, ഫോർഗിവ്നെസ് പ്രെയർ എപ്പോഴും റെഗുലറായിട്ട് ചെയ്യൂ. ഇൽനെസ് ഇസ് നോൺ. ഓക്കെ, സിക്നസ് ഇസ് നിയർ. ഓക്കെ, കുറച്ച് പേർക്ക് ഇപ്പോൾ മേ ബി നിങ്ങളുടെ പേഴ്സൺ സിക്കായിരിക്കാം, നിങ്ങൾ സിക്കായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ ഈ ഒരു പൂർവ്വജന്മങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞത് എന്തെങ്കിലും അസുഖത്തിൻ്റെ കാരണമായിരിക്കാം. അസുഖം അല്ലെങ്കിൽ ഫെയ്റ്റ് എന്ന് പറയുന്നത്. ഫെയ്റ്റ് ഹാസ് ഇറ്റ്സ് ഓൺ എൻഡിങ് ടു ഫിയർ, ആൻഡ് കോഫിനാണ്, എൻഡിങ് ആണ് നിങ്ങൾ തമ്മിലുള്ളത്. ഐ തിങ്ക് എപ്പോഴും മുൻപും പൂർവ്വജന്മങ്ങളിലും ഇതേപോലെ എൻഡിങ് വന്ന് കാണാം. ഇപ്പോഴും നിങ്ങൾ തമ്മിൽ ഓൾമോസ്റ്റ് ചിലപ്പോൾ ഇപ്പോൾ ഒരു സെപ്പറേഷൻ എൻഡിങ് ഉണ്ടാവാം. സോ ഇവിടെ നിങ്ങൾ വാട്ട് ഈസ് ദ സാഡസ്റ്റ്, യുവർ കറേജ് ഫെയിൽസ് ടു. ഐ തിങ്ക് നിങ്ങളിപ്പോൾ വല്ലാതെ സാഡായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ തമ്മിൽ എൻഡിങ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. നിങ്ങൾ തമ്മിൽ ഇപ്പോഴും വഴക്കിട്ട് നിങ്ങൾ പിരിഞ്ഞതായിരിക്കാം. ഒന്നുമില്ലെങ്കിൽ അകൽച്ച ഉണ്ടാവാം, അല്ലെങ്കിൽ പിരിഞ്ഞു എന്ന രീതിക്കായിരിക്കാം. സോ എൻഡിങ്ങിൻ്റെ ഒരു കാര്യം ഇപ്പോഴത്തെ എനർജിയിലും ഉണ്ട്, ഇത് പാസ്റ്റിലും ഉണ്ടായിരുന്നു എന്നാണ്. ഓക്കെ, നിങ്ങളുടെ പൂർവ്വജന്മങ്ങളിലും ഇത് കണ്ടിന്യൂ ആയിട്ടുണ്ട്. സോ പൂർവ്വജന്മങ്ങളിൽ നിന്ന് ഇപ്പോഴും കണ്ടിന്യൂ ആവുന്നുണ്ട്. സോ കർമ്മ ഉണ്ട് വളരെയധികം. നിങ്ങൾ നല്ലോണം ഫോർഗിവ്നെസ് പ്രെയർ നല്ലോണം ചെയ്തോളൂ. കർമ്മ ക്ലിയറിങ്ങിനുള്ളത് വേണ്ടത് ചെയ്യൂ. ഓക്കെ, ആൻഡ് അൺഓപ്പൺഡ് ബുക്ക് വീവ് സ്റ്റോറീസ്. ഓക്കെ, ഇവിടെ എന്തൊക്കെയോ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും എന്നാണ് പറയുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ആൻഡ് ഇവിടെ 8 ഉണ്ട്. സോ എവിടെയോ കർമ്മയുടെ നമ്പറാണ് വന്നിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും നിങ്ങൾ കാർമിക് സിറ്റുവേഷൻ ആണ് ഇവിടെ ഒരു. സോ ഇപ്പം നിങ്ങൾ തമ്മിൽ ഒരു എൻഡിങ് ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ പറയുന്നത് നിങ്ങളോട്, പക്ഷെ ഇവിടെ എവിടെ ഒരു ഡിവോഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ബുക്കിലുള്ളത് ഒരു ഇന്നർ ഇമോഷനെ കുറിച്ചാണെന്നാണ്. ഇവിടെ ഹിഡൻ ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ട് ഇവിടെ എന്നാണ് പറയുന്നത്. സോ എവിടെയോ മനസ്സിൻ്റെ ഉള്ളിൽ ഫീലിങ്സ് ഉണ്ട് ഇപ്പോഴും, നിങ്ങൾക്കും ഉണ്ട് അവർക്കും ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണും ഉണ്ട്. ആൻഡ് ബ്ലെസ്ഡ് ആർ ദ വേർഡ്സ് ഓഫ് ഡീപ് ഡിവോഷൻ. സോ എവിടെയോ യെസ്, നിങ്ങൾ തമ്മിൽ പുറമേ എന്ത് തന്നെ നടന്നാലും, പുറമേ എന്ത് തന്നെ സംഭവിച്ചാലും, നിങ്ങൾ തമ്മിൽ വഴക്കോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തൊക്കെ ഉണ്ടെങ്കിലും എവിടെയോ നിങ്ങളോടുള്ള ഒരു സ്നേഹം അവർ മനസ്സിലടക്കി വെച്ചിട്ടുണ്ട് എന്ന രീതിക്കാണ്. അവർ പക്ഷെ തുറന്ന് പറയുന്നില്ല, മനസ്സിലടക്കി വെച്ചിരിക്കുകയാണ്. സോ അതുകൊണ്ട് ഒരു ഹിഡൻ ബുക്കിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള രീതിക്ക് എടുക്കാം. സോ സംവെയർ ഓക്കെ, ആ ഒരു ഫീലിങ്സ് ഉണ്ട് എന്നൊരു കാര്യം കൂടി വരുന്നുണ്ട്. എത്ര തന്നെ വഴക്കുണ്ടെങ്കിലും, എത്ര തന്നെ പ്രശ്നം ഉണ്ടെങ്കിലും എവിടെയോ എനിവേ ഇതൊരു സോൾ കണക്ഷൻ പോലെയാണ് കാണുന്നത് അല്ലേ, നമ്മൾ പാസ്റ്റ് ലൈഫിൻ്റെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതിൽ 4 കാർഡ് വന്നിട്ടുണ്ട്. ദാറ്റ്സ് ഓക്കെ. ഞാൻ ആദ്യം
ഓക്കെ, ഇതെടുത്തേക്കാം. ഓക്കെ, ഇതിൽ കാണുന്നത് ഞാനൊരു ഓർഡറിലൊന്നും അല്ല പോകുന്നത്, ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചതായിരുന്നു. ഓക്കെ, ന്യൂ ചാപ്റ്റർ കാണുന്നുണ്ട് ഇവിടെ. ഞാൻ തേർഡ് പാർട്ടി ഉണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾ തമ്മിൽ പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയുടെ കാരണമായിരിക്കും. പക്ഷേ തേർഡ് പാർട്ടി ഇവിടെ എന്തുമാവാം. ദർ വർ അതർ തിങ്സ് എന്ന് പറയുന്നുണ്ട്. സോ ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. നിങ്ങൾ തമ്മിലൊരു പ്രശ്നം വരണമെങ്കിൽ എന്ത് കാരണവും ആവാം. ഓക്കെ, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫാമിലി ആവാം, വേറെ ഫ്രണ്ട്സ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും ജോലിയുടെ തിരക്കിൻ്റെ കാര്യങ്ങളായിരിക്കും, നിങ്ങൾക്ക് അറ്റൻഷൻ തരുന്നില്ല, അങ്ങനത്തെ ആയിരിക്കാം. കാരണം ഇവിടെ വാർ എന്നൊക്കെ പറയുന്നുണ്ട്. സോ വാറിന് നമ്മൾ യുദ്ധത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അത് ആ ജന്മത്ത് അങ്ങനെയായിരുന്നു. ബട്ട് ഈ ജന്മത്തും മേ ബി അവർ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ഇടയിൽ തടസ്സം. സോ സംതിങ്. ഓക്കെ, നിങ്ങളുടെ there were other things that got in the way of us being together. നിങ്ങൾ ഒന്നിച്ചാവുന്നതിന് തടസ്സം എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈവൻ നമുക്ക് കർമ്മയെ നമുക്ക് തേർഡ് പാർട്ടി ആയിട്ട് ഇവിടെ വിളിക്കാൻ വേണമെങ്കിൽ. ഓക്കെ, സോ ഇവിടെ തേർഡ് പാർട്ടി കുറച്ച് പേർക്ക് മേ ബി അവർക്ക് വേറെ ആരെങ്കിലും അവരുടെ ലൈഫിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഫാമിലി തടയുന്നുണ്ടാവാം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഈവൻ റിലീജിയൻ, കാസ്റ്റ്, എന്ത് തന്നെയാലും സം തേർഡ് പാർട്ടി, സം സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിലുണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങളോട് ആക്ച്വലി റെസിപ്രോസിറ്റി കാണുന്നുണ്ട്. ഐ വോണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എത്ര വഴക്കിട്ടാലും അവരതിനൊക്കെ ശരിയാക്കിയിട്ട് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലായിട്ട് വേണം എന്ന രീതിയിൽ അവരുടെ മനസ്സിലിപ്പുണ്ട്. ആൻഡ് ഇവിടെ ന്യൂ ചാപ്റ്ററും ഉണ്ട്, ഹോപ്പും ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ഐ എം ട്രൈങ് ടു മൂവ് ഓൺ എന്ന് പറയുന്നുണ്ട്. ഐ ഡോണ്ട് തിങ്ക് ഇത് എനിക്ക് അങ്ങനെയല്ല ഫീൽ വരുന്നത്. കാരണം ഇവിടെ ഹോപ്പ് എന്നുള്ള ഒരു എനർജി വന്നിട്ടുണ്ട്. സോ നിങ്ങൾ തമ്മിൽ ഒരു മുന്നോട്ടൊരു പുതിയ ചാപ്റ്റർ വേണം എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. പേഴ്സണിന് ഇവിടെ റെസിപ്രോസിറ്റി വേണം എന്ന് പറഞ്ഞു അല്ലേ, അതായത് നമ്മൾ തമ്മിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് അവർ മൂവ് ഓൺ അല്ല ചെയ്യുന്നത്. മേ ബി അവർ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ച് കാണാം, ബട്ട് ഐ ഡോണ്ട് തിങ്ക് പോസിബിൾ ആണെന്ന്. ഇവിടെ ഐ ഹാവൻ ഗിവൺ അപ്പ് ഓൺ എസ് യെറ്റ്. ഓക്കെ, അവർ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ച് കാണും. ഓക്കെ, ബട്ട് അവർക്ക് വീണ്ടും ഒരു ഹോപ്പ് ഉണ്ട് അവരുടെ മനസ്സിൽ. ഇല്ല, നമ്മൾ തമ്മിൽ വീണ്ടും ഒന്നിക്കാൻ പറ്റും എന്ന രീതിയിലൊരു ഹോപ്പ് ഉണ്ട്. നിങ്ങൾ തമ്മിൽ എന്തൊക്കെ ഇവിടെ പ്രശ്നം ഉണ്ടെങ്കിലും വീണ്ടും ഒന്നിക്കാനുള്ള അവസരമുണ്ട്. ആൻഡ് ആക്ച്വലി ഇതും വളരെ പോസിറ്റീവാണ്. ഉണ്ടെങ്കിൽ ലാസ്റ്റ് വെച്ച് ബൊക്കെയാണ്, ഗാർഡൻ ആൻഡ് ഹൗസ് ആണ്. സോ ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു മീറ്റിംഗ് പോസിബിൾ ആണ്, നിങ്ങൾ തമ്മിൽ ഒരു സെലിബ്രേഷൻ പോസിബിൾ ആണ്. നിങ്ങൾ മേ ബി നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഫ്ലവേഴ്സ് കൊണ്ടുവരിക. ഫ്ലവർ എന്ന് പറയുന്നത് തന്നെ നമ്മളൊരു സന്തോഷത്തിൻ്റെ ഒരു പ്രതീകമാണ് അല്ലേ, ഒരു ഹാപ്പിനെസ്. നമ്മളെന്തെങ്കിലും ഒരു മേ ബി ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് കൊണ്ടുവരുന്നത്. എൻ്റെ ഇവിടെ ഗാർഡൻ ആണ്, ഗാർഡൻ ആൻഡ് ഇവിടെ ഒരു സെലിബ്രേഷൻ ആണ് നടക്കുന്നത്. ഇവിടെ ഒരു പുഴയുടെ സൈഡിൽ പാർട്ടിയാണ് ഇവിടെ. ഓക്കെ, സോ സെലിബ്രേഷൻ്റെ എനർജിയാണ്. സോ ഇവിടെ നിങ്ങൾ മേ ബി എന്തെങ്കിലുമൊക്കെ പാർട്ടി, അതായത് സെലിബ്രേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്ന രീതിക്ക് എടുക്കാം. കുറച്ച് പേർക്ക് മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ജസ്റ്റ് എന്തെങ്കിലും സെലിബ്രേഷൻ പാർട്ടീസ് കാര്യങ്ങൾ, അതായത് എൻജോയ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഒന്നിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ആൻഡ് ഇവിടെ ഹൗസും ഉണ്ട്, നിങ്ങൾ ഒന്നിച്ചൊരു വീട്, ഫാമിലി. കുറച്ച് പേർക്ക് പോസിബിൾ ആയ പോലെ ഞാൻ പറഞ്ഞ പോലെ മേ ബി മാരേജ്, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് ലൈക്ക് ഹാപ്പി ആയിട്ട് ഒരു നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് കുറച്ചൊക്കെ കർമ്മയാണ് നിങ്ങളുടെ. പിന്നെ ഇടയിൽ കുറച്ച് പേർക്ക് മേ ബി തേർഡ് പാർട്ടി, അതും കർമ്മ കൊണ്ട് തന്നെ വരുന്നതാണ്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ഫർഗിവ്നെസ് പ്രയർ വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്യാം. ഓക്കെ, എപ്പോഴും ലൈക്ക് ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് ചെയ്യാം. ആൻഡ് ആക്ച്വലി നമ്മുടെ യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ റിലേഷൻഷിപ്സിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കർമ്മം തീരാനുള്ള ഹോപ്പണോപ്പണോ ഉണ്ടാവും. പ്ലീസ് അത് കേൾക്കാം. ഓക്കെ, അത് കേൾക്കുക, കുറേ പറയുക. ആൻഡ് നിങ്ങൾ പക്ഷേ എന്ന് വെച്ചിട്ട് ചേസ് ചെയ്യാൻ പോകാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത് പ്ലീസ്. അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയാം. ഇനി എന്ന് ഞാൻ കൂടുതൽ ലെക്ചർ പറയുന്നില്ല. സോ ഇതാണ് പൈൽ 1 നമുക്ക് വന്നത്. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിചാരിക്കുന്നു. താഴെ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, സോ നമുക്ക് സെക്കൻഡ് പൈലിൽ പോവാം. ഓക്കെ, സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഞാൻ ഇത് 4 ഡെക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ 4 ഡെക്ക്. ഓക്കെ, ഇതിൽ 4 എണ്ണം ഉണ്ട് ഇവിടെ. ഓക്കെ, ഫൈൻ. എല്ലാത്തിലും 3 എണ്ണമാണ് ഞാൻ എടുത്തത്, ചിലതിൽ ഒന്നിച്ച് വന്നതായിരിക്കും. ഓക്കെ, ദറ്റ്സ് ഫൈൻ. ഞാനിത് ഒരു ഓർഡർ വെച്ച് എടുത്തൊന്നുമല്ല, എനിക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നോക്കും. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് നമ്മൾ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് നോക്കാം. സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ആരാണ്, എന്താണെന്നുള്ളത് നോക്കാം. സോറി, ട്രീസ്, മരം എന്ന് കാണുന്നു. ഗാലക്റ്റിക്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് ആൻഡ് ഓക്കെ സ്ക്രൈബ്. ഇത് എക്സ്ട്രാ കാർഡ് എനിക്ക്. ഓക്കെ, നിങ്ങൾക്കൊരു സൂചന പോലെ തരുന്നുണ്ട്. നിങ്ങളിൽ ഒരാൾ മേ ബി ഇപ്പോഴും എഴുത്തോ കാര്യങ്ങളോ ഉണ്ടാവാം. ആരെങ്കിലുമൊക്കെ റൈറ്റർ ഉണ്ടാവാം. റൈറ്റർ മാത്രമല്ല, ചിലപ്പോൾ എന്തുമാവാം. ബ്ലോഗ് എഴുതുന്നു, കവിതകൾ എഴുതുന്നു, കഥകൾ എഴുതുന്നു, ഓർ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എഴുതുന്ന വ്യക്തികൾ വല്ലതും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കിത് മാച്ച് ആവാം. സോ മേ ബി ഒരു എക്സ്ട്രാ മേ ബി പാസ്റ്റ് ലൈഫിലും നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഓക്കെ എന്തെങ്കിലും ഒരു റൈറ്റിങ്ങുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. സോ അത് ഈ ജന്മത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണിനോ ഉണ്ടാവാം. സോ കുറച്ച് പേർക്ക് ഇത് സൂചനയായിട്ട് എടുക്കാം നമുക്ക്. പിന്നെ ഇവിടെ ആക്ച്വലി ഇത് കുറച്ച് വിചിത്രമാണ്. ഓക്കെ, നമ്മൾ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മരമുണ്ട്, ഗാലക്സിയും ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഒന്ന് എർത്ത് കാണുന്നുണ്ട്, ഇതൊന്ന് നമ്മുടെ
സോറി, സ്പീഡ് കൂട്ടി കണ്ടോളൂ. ഞാൻ ഫസ്റ്റ് പൈലുകാരോട് പറഞ്ഞതാണ്, കാരണം ഞാനത് പറയാൻ സ്ലോ ആയിരിക്കും. സ്പീഡ് കൂട്ടി കണ്ടോളൂ, ഓക്കെ. കാരണം ഞാനൊന്ന് ആലോചിച്ച് പറയുകയാണ്. എൻ്റെ കുറേ ഡെക്കല്ലേ ട്രീസ് ഗാലക്സി, ഓക്കെ. സോ എനിക്കിവിടെ പറയാൻ തോന്നുന്നു ആക്ച്വലി ഹൈ പ്രീസ്റ്റസ് ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും എവിടെയോ നിങ്ങളൊരു സ്പിരിച്വൽ വർക്കിൽ ഇൻവോൾവ് ആയിരുന്ന ആൾക്കാരാണെന്ന് പറയാം. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആരെങ്കിലും ഒരാൾ, ഓക്കെ, സ്പിരിച്വലി നിങ്ങൾ ചില വർക്ക് ചെയ്ത ആൾക്കാരായിരിക്കും. ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഈ ടാരോ റീഡിങ്ങിൽ നമ്മൾ പെടുത്തു ഇതിനെ, ഓക്കെ. ടാരോ റീഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹീലിംഗ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മളെ ആസ്ട്രോളജി ആവാം, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കുറച്ചൊരു നമ്മൾ സ്പിരിച്വൽ നോളജ് ഉള്ള വ്യക്തികൾ എന്ന രീതിക്ക് എടുക്കും, ഓക്കെ. സോ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ എന്ന രീതിക്ക് എടുക്കാം. സോ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ അങ്ങനത്തെ ഒരു വ്യക്തി ആയിരുന്നിരിക്കും, നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും വർക്കിൽ ഇൻവോൾവ് ആയിരുന്നിരിക്കും. ആൻഡ് ഇവിടെ ഗാലക്സിയും ഇതൊക്കെ കാണുമ്പോഴും എനിക്ക് സാധാരണ ഫീൽ വരുന്നത് നിങ്ങൾ തമ്മിൽ എവിടെയോ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട് എന്നുള്ള രീതിക്കാണ് എനിക്ക് കാണുന്നത്. കാരണം ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഒരു സ്പിരിച്വൽ പേഴ്സൺ ആയിട്ടാണ് എടുക്കുക. മാത്രമല്ല വളരെ കഴിവുള്ള വ്യക്തികളാണ്. ആക്ച്വലി ഇൻറ്റ്യൂഷൻ വളരെ ഹൈ ആയിരിക്കും ഇവർക്ക്. ഇൻറ്റേർണൽ അല്ലെങ്കിൽ അവർ മനസ്സ് ആൻഡ് സ്പിരിച്വലി ഒരുപാട് കണക്റ്റഡ് ആയിരിക്കും, യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. സോ എവിടെയോ നിങ്ങൾ തമ്മിലും ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ്റെ എനർജി എനിക്ക് വരുന്നുണ്ട് ഇത് രണ്ട് കാർഡ് നോക്കുമ്പോൾ, ഓക്കെ. സോ നിങ്ങൾ തമ്മിൽ ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ, ബട്ട് യു കെയിം ഓൺ എർത്ത് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഭൂമിയിൽ ജന്മമെടുത്തു, അതായത് അത്രയും ഒരു സ്പിരിച്വൽ സോൾ കണക്ഷൻ എന്ന രീതിക്ക് നമുക്ക് എടുക്കാം, ഓക്കെ. സോ നിങ്ങൾ തമ്മിൽ ഒന്നിക്കേണ്ടത്, ഓക്കെ, ഈ ഭൂമിയിൽ ഒന്നിക്കേണ്ടത് മേ ബി ഒരു തീരുമാനമായിരുന്നു എന്ന രീതിക്കാണ്. ബട്ട് ഇവിടെ വേറെ നിങ്ങളുടെ ഒരു വർക്കിനെ കുറിച്ചൊന്നും എനിക്കധികം കൂടുതൽ വരുന്നില്ല, ഞാൻ കൂടുതൽ കാർഡ്സ് എടുക്കുന്നുമില്ല. സോ കേസ് നമുക്കിവിടെ എവിടെയോ നിങ്ങൾ തമ്മിലുള്ള ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ് എന്നുള്ള രീതിക്ക് വരുന്നുണ്ട്. കുറച്ച് പേർക്ക് മാത്രം ഇവിടെ മേ ബി നിങ്ങളൊരു റൈറ്റർ അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ റൈറ്റർ എന്ന രീതിക്ക് കുറച്ച് പേർക്ക് ഇൻഫർമേഷൻ ഉണ്ട്. ട്രീസുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്ത ആൾക്കാരായിരിക്കാം. ഇപ്പോഴും മേ ബി നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒരുപാട് നിങ്ങൾ ആ മരങ്ങൾ, ട്രീസ്, ഈവൻ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കേട്ടോ, ഓക്കെ, അങ്ങനെ രണ്ടുപേരും ആവാം. ഐ തിങ്ക് ഒരു നേച്ചർ ലവേഴ്സ് ആയിരിക്കാം, ഓക്കെ, നേച്ചറുമായിട്ട് കൂടുതൽ കണക്റ്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. സോ ആ ഒരു സ്പിരിച്വൽ എലമെൻറ്റ് ഇവിടെ നല്ലോണം വരുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ തന്നെ വളരെ പാസ്റ്റ് ലൈഫ് തൊട്ടുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും, ഓക്കെ. അത് തന്നെയാണ് ഇപ്പോൾ കണ്ടിന്യൂ ആവുന്നത്. ഐ തിങ്ക് ഞാൻ ഇതാണ് നെക്സ്റ്റ് എടുത്തത്, ഓക്കെ. സ്റ്റേറ്റ്ലി ഹൗസ് ബിയോണ്ട് ദ ഗേറ്റ് ബിസ്റ്റോ സ്റ്റെബിലിറ്റി അപ്പോൺ യുവർ ഫെയ്റ്റ് ഇൻ ലവ് ആൻഡ് പ്ലേ യു ചാൻസ് ടു വിൻ. ഡിപ്പെൻസ് ഓൺ ഹൗ യു ഫസ്റ്റ് ബിഗിൻ. ഇതൊരു പോയട്രി പോലെയാണ്, അതുകൊണ്ട് ഞാൻ ഫാസ്റ്റായി വായിച്ചത്. ഞാൻ ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഹൗസ് ഉണ്ട്, ക്രോസ് റോഡ്, ഓക്കെ. റോഡ് ഇൻ ദ ഓപ്പൺ റിവീൽസ് ദ ബെസ്റ്റ് വേ. ചൂസ് വൈസ്ലി യുവർ പാത്ത് ടു അവോയ്ഡ് എനി ഡിസ്മേ. ഫോളോ യുവർ ഡ്രീംസ് വിത്ത് ഫെയ്ത്ത് ആൻഡ് പൊസിഷൻ. ഓൾ വിൽ ബി ക്ലിയർ വൺസ് യു മെയ്ഡ് യുവർ ഡിസിഷൻ, ഓക്കെ. ബേർഡ്സ് ബ്രിങ് മെസ്സേജസ്, ഫാസ്റ്റാക്കി കണ്ടോളൂ, പിന്നെയും പറയുന്നു, ഓക്കെ. ബേർഡ്സ് ബ്രിങ് മെസ്സേജ് ഫുൾ ഓഫ് ചിയർ ഇഫ് ദ കാർഡ്സ് ഡിസ്റ്റൻറ്റ്. ഓൾ ഈസ് നോട്ട് ക്ലിയർ. വട്ട് എവർ ദ ഔട്ട്കം റിമെയിൻ വിത്തൗട്ട് ഫിയർ. വോസ് വിൽ ബി ബ്രീഫ് ഇൻ ദ ബേർഡ്സ്, ഓക്കെ. ഗോസിപ്പിനെ കുറിച്ചാണ്, ഓക്കെ. സോ ഇവിടെ ഓവറോൾ പറയുന്നത് ഇതൊരു വീട് എന്ന രീതി കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു സ്റ്റേബിൾ ലൈഫ് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഇപ്പം ഉണ്ടാവാം ഓൾറെഡി, അല്ലെങ്കിൽ നിങ്ങളുടെ ആ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഒന്നിച്ചായിരുന്നു എന്ന രീതിക്ക് എടുക്കാം. നിങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു, ഫാമിലി ഉണ്ടായിരുന്നു, നിങ്ങൾ ഒന്നിച്ച് ഒരു സ്റ്റേബിൾ ലൈഫ് ഉണ്ടായിരുന്നു എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്, ഓക്കെ. സോ ഇവിടെ നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് പാസ്റ്റ് ലൈഫിലെ കണക്ഷൻ, പാസ്റ്റ് ലൈഫിലും നിങ്ങൾ നല്ലൊരു കണക്ഷൻ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ബട്ട് അതിൽ കുറച്ചുകൂടി ഒരു സ്പിരിച്വൽ എലമെൻ്റ് ഉണ്ട്. സോ മേ ബി വൺ ഓഫ് യു, ഒരാൾ മേ ബി വളരെയധികം സ്പിരിച്വലായ വ്യക്തിയായിരിക്കാം ഇപ്പോഴും. ഇവിടെ ഐ തിങ്ക് മേ ബി ഇത് പാസ്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ ആയിരിക്കാം. എന്നിട്ട് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് എന്ന രീതി കാണുന്നുണ്ട്. മേ ബി ഓൾറെഡി നിങ്ങൾ മാരീഡ് ആയിരിക്കാം, ഓക്കെ. മാരീഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ കുറച്ച് മാരീഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ്, നിങ്ങൾ മാരീഡ്, അങ്ങനത്തെ കാര്യങ്ങളും ആവാം. കാരണം വീട് എന്നുള്ളൊരു ഇത് വരുന്നുണ്ട് ഇവിടെ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരുന്നു എന്നാണ് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു മാരേജ് വരാനുള്ള പോസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ലൈഫ് ഇവരുമായിട്ട്, നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതിൽ പക്ഷേ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ, ഓക്കെ. ഒരു കൺഫ്യൂഷൻ എനർജി ഉണ്ട്. ക്രോസ് റോഡാണ്. ക്രോസ് റോഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു ഡിസിഷൻ എടുക്കലാണ്. രണ്ട് വഴികൾ, ഓക്കെ. രണ്ട് വഴിയുണ്ട്. നിങ്ങളിപ്പോൾ രണ്ട് വഴിയുടെ നടുവിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ രണ്ട് വഴിയുടെ നടുവിൽ നിൽക്കുന്ന പോലെയാണ്. ഇതിൽ ഏത് ഞാൻ ചൂസ് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഏതിനെയാണ് എടുക്കേണ്ടത്, ഏതാണ് ഞാൻ വിട്ടുകളയേണ്ടത് എന്ന് ചിന്തിക്കുന്ന പോലെ. സോ മേ ബി അവരെ ലൈഫ് ആക്ച്വലി 2 ഉണ്ട്. ചോയ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. സോ ഇവിടെ ഏതൊരു നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ രണ്ട് വ്യക്തികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ചോയ്സ് ഉണ്ടാവാം, ആരെ വേണം എന്ന രീതിക്ക് ചിന്തിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഈവൻ ലൈക്ക് മാരേജ് വേണോ അതോ സംതിങ് എന്തൊക്കെയോ കൺഫ്യൂഷൻസ് ഉള്ള രീതിക്ക് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളോടൊരു കാര്യം പറയുന്നത് ഫോളോ യുവർ ഡ്രീംസ് വിത്ത് ഫെയ്ത്ത് എന്ന് പറയുന്നുണ്ട്, ഓക്കെ. നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് ഐ തിങ്ക് ക്ലിയർ ആയിട്ട് ആൻസർ തരും ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ഒരു ഫെയ്ത്ത് വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾ ഫോളോ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്, ഓക്കെ. ആൻഡ് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല. ആക്ച്വലി ഇതൊരു കിങ് ഓഫ് കപ്സ് എനർജി ആയിട്ട് എടുക്കാം. സോ യെസ്, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്, നിങ്ങൾ ഒന്നിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളിപ്പോൾ തൽക്കാലം കിങ് ഓഫ്
പെൻറ്റക്കിൾസ് എനർജി പോലെയാണ്. സോ നമ്മൾ പറയുന്നത് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് പോലെ നിങ്ങളുടെ വർക്ക്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ഡ്രീം, നിങ്ങളുടെ പാഷൻ അത് ഫോളോ ചെയ്യേണ്ട സമയമാണിപ്പോൾ. ഓക്കെ, നിങ്ങൾ അവർ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാം. മൂവ് ഓൺ അല്ല, മീൻസ് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോട്ടെ. ഓക്കെ, നിങ്ങൾ കാര്യങ്ങൾ ചെയ്യൂ. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ ഫോളോ ചെയ്യൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് വഴിയെ ക്ലിയർ ആയിട്ട് വരും എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ സിറ്റുവേഷൻ ഒന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ ഗോൾസ് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ട് ലൈഫിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ആ പർപ്പസ് നിങ്ങൾ ഫോളോ ചെയ്യുക. എൻ്റെ ഇവിടെ ഗോസിപ്പിൻ്റെ ഒരു എനർജിയാണിത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് മെസ്സേജസ് വരുന്നു, ഹാപ്പിനെസ്സിൻ്റെ നല്ല സന്തോഷമുള്ള മെസ്സേജ് വരും പേഴ്സൻ്റെ എന്ന് പറയുന്നുണ്ട്. ബട്ട് എന്നാലും എവിടെ ഒരു ക്ലാരിറ്റി ഇല്ല എന്ന രീതിക്കുണ്ട്. സോ ഇവിടെ സം തിങ്സ് ഇപ്പോഴും ക്ലിയർ അല്ല, ചില കാര്യങ്ങൾ ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. സോ ആ ക്ലാരിറ്റി എനിവേ നിങ്ങളോട് അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ എന്ത് തന്നെ ഔട്ട്കം ആയാലും ശരി, ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഈ ആക്ച്വലി ഔട്ട്കം നല്ലതായിരിക്കും പിന്നീട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഒരു ക്ലാരിറ്റി കിട്ടുമ്പോൾ എല്ലാം പ്രശ്നങ്ങളൊക്കെ മാറും എന്നാണ് പറയുന്നത്. സോ ഇവിടെ നിങ്ങളിപ്പോൾ തൽക്കാലം പേഴ്സണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അവർക്ക് ഫീലിങ്സ് ഉണ്ട്, സ്നേഹമുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങളെ വേണം അവർ ലൈഫിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നത്. ആക്ച്വലി ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് പറയുമ്പോൾ നമ്മൾ മാരേജ് ആണ് ഉദ്ദേശിക്കാറ്. പക്ഷേ നിങ്ങളോട് പറയുന്നത് അത് വെയിറ്റ് ചെയ്തിരിക്കേണ്ട, അവർ നിങ്ങളെ ചൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട. നിങ്ങൾ മുന്നോട്ട് പോകും, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ എന്നാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. മേ ബി ഗോസിപ്പ് ആയിരിക്കാം ഇവിടെ പ്രശ്നം, വേറെ ആരെങ്കിലും ആയിരിക്കാം ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വന്നു, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. സോ അതെല്ലാം ക്ലിയർ ആവും മുന്നോട്ട്. ബട്ട് നിങ്ങളത് വെയിറ്റ് ചെയ്തിരിക്കുന്ന, നിങ്ങൾ കീപ് ഗോയിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഐ തിങ്ക് ഏതാ ലാസ്റ്റ് എടുത്ത്, ഓക്കെ, ഐ തിങ്ക് ഇതെടുക്കാം. റിഗ്രറ്റ് കാണുന്നുണ്ട് ഇവിടെ. ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ്. കൺഫ്യൂഷൻ, യെസ്, ഞാൻ പറഞ്ഞില്ലേ അവർക്കൊരു എന്തോ കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യാതെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന പോലെയുണ്ട്. ഓക്കെ, അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഈ സിറ്റുവേഷനിൽ എന്താണ് വേണ്ടത്, കമ്മിറ്റ്മെൻറ്റ് വേണോ അതോ ഫീലിങ്സ് ഉണ്ട് പക്ഷേ ആക്ഷൻ എടുക്കുന്നില്ല. ഓക്കെ, അതാണ് ഇവിടുത്തെ. ഇവിടെ റിഗ്രറ്റ് ഉണ്ട് അവർക്ക്. ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ് എന്ന് പറയുന്നുണ്ട്. സോ എവിടെയോ ചില കാര്യങ്ങളെക്കുറിച്ച് അവർക്കൊരു റിഗ്രറ്റ് ഉണ്ട്, അവർക്കൊരു മനസ്സിലൊരു കുറ്റബോധം കിടക്കുന്നുണ്ട്. അവരെന്തെങ്കിലും തെറ്റ് ചെയ്താണെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ മേ ബി അവർ നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ ഒരു ക്ലാരിറ്റി ഇല്ലാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ഫൈറ്റോ ഒക്കെ നിങ്ങൾ തമ്മിൽ വന്നിട്ടുണ്ടെങ്കിൽ എവിടെ അവർക്കൊരു ചെറിയ കുറ്റബോധം ഉണ്ട് അവരുടെ ഉള്ളിൽ. നിങ്ങൾ തമ്മിൽ അകൽച്ചയോ, ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾ ഒന്നിച്ച് തന്നെയാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, വലിയ സെപ്പറേഷനൊന്നും തോന്നില്ല. എന്നാലും ഐ തിങ്ക് മേ ബി ഇപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ കാരണമായിരിക്കാം. ഓക്കെ, ഒരു റിഗ്രറ്റും അവർ അനുഭവിക്കുന്നുണ്ട്, തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള റിഗ്രറ്റ് ആയിരിക്കാം. ഐ വിഷ് ദിസ് ഹാഡ് നെവർ ഹാപ്പൻഡ് എന്ന് പറയുന്നുണ്ട്. സോ മേ ബി അവർ ചെയ്ത എന്തോ ഒരു കാര്യം അതിനെക്കുറിച്ച് അവർക്കൊരു ചെറിയ കുറ്റബോധം കിടക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ കൺഫ്യൂഷനുണ്ട്. ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വെയർ വി സ്റ്റാൻഡ്. നമ്മൾ തമ്മിൽ എന്താണ് മുന്നോട്ട് എന്ന് അവർക്കൊരു ക്ലിയർ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്ന രീതിക്കാണ്. ആൻഡ് ഇവിടെ നല്ല ഇംഗ്ലീഷ് ചില സമയത്ത് ഇർറിപ്ലേസബിൾ എന്നാണ്. ഓക്കെ, ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്. ബട്ട് യെസ്, അഗൈൻ ഇവിടെ അവർക്ക് അറിയാം നന്നായിട്ട്, മറ്റേ നിങ്ങൾ അവരെ സ്നേഹിക്കുന്ന പോലെ ഓക്കെ വേറെ ആർക്കും അവരെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അഗൈൻ അവർ വേറെ ആരെങ്കിലും ചൂസ് ചെയ്തു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചോയ്സ് ഉണ്ട്, വേറെ ഫാമിലി പറഞ്ഞു, വേറെ ആരെങ്കിലും മാരേജ് ചെയ്യാൻ പറഞ്ഞു, ഓക്കെ, അല്ലെങ്കിൽ ഓൾറെഡി മാരീഡ് ആണ്, സംതിങ് എനിത്തിങ്. ഓക്കെ, എന്ത് തന്നെ സിറ്റുവേഷൻ ആണെങ്കിലും ശരി, ഇവിടെ അവർക്ക് നിങ്ങളെ പോലെ വേറെ ആരും ഇല്ല എന്നാണ് പറയുന്നത്. നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ വേറെ ആരും ഇല്ല എന്ന് പറയുന്നുണ്ട്. അത്രയും ഉറപ്പാണ്. ഓക്കെ, ഫീലിങ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫീലിങ്സ് ക്ലിയർ ആണ്. തീർച്ചയായിട്ടും അവർക്ക് സ്നേഹമുണ്ട്. പക്ഷേ ഒരു തീരുമാനം എടുത്ത് ഇതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണോ, കമ്മിറ്റ്മെൻറ്റ് വേണോ, അല്ലെങ്കിൽ നിങ്ങളോടൊരു കുറച്ചുകൂടി സ്റ്റേബിളായിട്ട് നിൽക്കാനോ ഉള്ള തീരുമാനങ്ങളാണ് അവരെടുക്കാത്തത്. അതിലാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ, എനിവേ ഇവിടെ നമുക്ക് വീണ്ടും റിംഗ് ഉണ്ട് ഇവിടെ, ആൻഡ് വുമൺ കാണുന്നുണ്ട്, ആൻഡ് മൂൺ ഉണ്ട്. മൂൺ വീണ്ടും അഗൈൻ ഇൻറ്റ്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെയോ നിങ്ങൾ തമ്മിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ തന്നെയായിരിക്കും. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ ഹൈ ആണ്, അത് നിങ്ങൾ കേൾക്കാൻ പഠിക്കാം. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് ഒരുപാട് ഈ സ്പിരിച്വൽ കണക്ഷൻ ആണ്. ആൻഡ് മൂൺ നിങ്ങളെ ബാധിക്കുന്നുണ്ടാവാം. ഓക്കെ, മൂണിൻ്റെ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബാധിക്കുന്നുണ്ടാവും പലപ്പോഴും. സോ നിങ്ങളിവിടെ മൂണിൻ്റെ ആ ഒരു പവർ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇൻറ്റ്യൂഷൻ പവർ നിങ്ങൾ വർദ്ധിപ്പിക്കാൻ മെഡിറ്റേഷനോ കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം നിങ്ങൾക്ക് വളരെയധികം ആ ഒരു സ്പിരിച്വൽ പവേഴ്സ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ റിംഗ് ഉണ്ട്, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരുന്ന രീതിയിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഇത് വരുന്നുണ്ട് ഇവിടെ എനർജി. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഓഫർ ചെയ്യുന്നു, മാരേജ് ഓഫർ ചെയ്യുന്നു എന്ന രീതിക്കാണ്. ഓക്കെ, അവർ
മോസ്റ്റ്ലി ഒരു കമ്മിറ്റ്മെൻറ്റ് അവരെ ഭാഗത്ത് മാരേജ് നമുക്ക് പ്രതീക്ഷിക്കാം. റിങ്ങുമായിട്ട് വരുന്ന രീതിക്കാണ്. കുറച്ച് പേർക്ക് വുമൺ കാണുന്നുണ്ട് ഇവിടെ. ആൻഡ് ദിസ് മെയിൻ വുമൺ എന്ന രീതിക്ക് നിങ്ങൾ അവരെ ലൈഫിൽ വുമൺ ആവണം നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾ ജെൻസ് വാച്ചിങ് ആണെങ്കിൽ മാൻ എടുത്തോളൂ പ്ലീസ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ അവരെ ലൈഫിലെ മെയിൻ പേഴ്സൺ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം ഇത് നമ്മൾ മെയിൻ വുമൺ എന്ന രീതിക്കാണ് എടുക്കുക. സോ യെസ്, നിങ്ങൾ അവരെ ലൈഫിലെ മെയിൻ പേഴ്സൺ ആണ് എന്തായാലും. ഓക്കെ, ബട്ട് യെസ് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. എവിടെയോ നിങ്ങളോട് പറയുന്നത് ആക്ച്വലി നിങ്ങൾ ഇങ്ങനെ എടുത്തോളൂ, നിങ്ങളോട് നിങ്ങളുടെ പവറിൽ നിൽക്കാനാണ് പറയുന്നത്. ഈ ഹൈ പ്രീസ്റ്റസ് പറയുമ്പോൾ നമ്മൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. ഇൻറ്റ്യൂട്ടീവ് പവേഴ്സ്, സ്പിരിച്വൽ പവേഴ്സ്, ഓക്കെ, എവിടെയോ ആ ഒരു യൂണിവേഴ്സിൻ്റെ എനർജീസ് ഉള്ള, നിങ്ങൾ കാണാൻ വളരെ ആക്ച്വലി ഇത് കണ്ടില്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. സോ അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ പവേഴ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ആ ഫുൾ പവറിൽ നിങ്ങൾ നിൽക്കുക എന്നാണ് പറയുന്നത്. ആൻഡ് അത് മാത്രമല്ല ഇവിടെ നിങ്ങളുടെ പേഴ്സണിന് സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്, നിങ്ങൾ അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാമാണ്. ഓക്കെ, ബട്ട് അവരെ ചൂസ് ചെയ്തിട്ടില്ല നിങ്ങളെ. ആ ഒരു ആക്ച്വലി ഇത് മൂന്ന് പറയുമ്പോൾ നമുക്ക് ഇല്യൂഷൻ, ഒരു ക്ലാരിറ്റി ഇല്ല എന്നൊക്കെ പറയാം. ഓക്കെ, സോ യെസ് ഇവിടെ വീണ്ടും അവരൊരു ക്ലാരിറ്റി തരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പേഴ്സണെ വെയിറ്റ് ചെയ്തിരിക്കരുത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക. കാര്യങ്ങൾ വ്യക്തമായിട്ട് വരും. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി എല്ലാം ആക്ച്വലി നല്ലതാണ് വരാൻ പോകുന്നത്. നല്ല സിറ്റുവേഷൻസിലും മാറ്റങ്ങൾ വരും. നിങ്ങൾ തമ്മിൽ അവർക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാനൊന്നും പറ്റില്ല. അവരുടെ ലൈഫിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ബട്ട് അതൊരു സ്റ്റേബിൾ കണക്ഷനിലേക്ക് എത്തിക്കാനുള്ള ഒരു ഡിലേ ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ യെസ് നിങ്ങളുടെ കണക്ഷൻ ഇതാണ്. പാസ്റ്റ് ലൈഫിനെ കുറിച്ച് അധികം കിട്ടിയില്ല, ഐ എം സോറി. ഓക്കെ, ബട്ട് എനിവേ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു റീഡിങ്. ഐ തിങ്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് താഴെ കമൻറ്റ് ചെയ്യൂ. ഇങ്ങനത്തെ ഞാൻ വളരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല റീഡിങ്സ് ഒക്കെ കിട്ടുമ്പോൾ ഒരു രസമല്ലേ. ഓക്കെ, വേറെ ആരോടെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യൂ. ഓക്കെ, എനിവേ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.